ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിച്ചിട്ടും വിവാഹം നടക്കാതിരിക്കുന്ന ഓരോ വ്യക്തികളും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ചേർന്ന ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ ഇപ്പോൾ ഈ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ ഈ പങ്കുവെക്കുന്നത്. ആർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നില്ല. ഒരിക്കല് എൻ്റെ ഒരു സ്നേഹിതന് എന്നോട് ഇങ്ങനെ പങ്കുവച്ചു, ഈ സ്നേഹിതന്റെ റിലേഷനുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വിവാഹം നടക്കുന്നില്ല. ഇപ്പോൾ 42 വയസ്സായി. ഈ വ്യക്തിയുടെ അയൽവാസിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ മാത്രം വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കും താല്പര്യമില്ല. എന്നാൽ ഈ വ്യക്തി ആ നാട്ടിലെല്ലാം പറഞ്ഞ് ഈ പെൺകുട്ടിക്ക് വരുന്ന വിവാഹവും മുടങ്ങാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കല് ഈ വ്യക്തിയെ ഇങ്ങനെ ഒരിടത്ത് വെച്ച് കാണുവാനിടയായി. അപ്പോൾ എൻ്റെ സ്നേഹിതൻ ഇങ്ങനെ പറഞ്ഞുള്ള അറിവ് വെച്ച് ഈ വ്യക്തി എൻ്റെ അടുക്കൽ വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ സ്നേഹിതൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, പക്ഷെ ഒരൊറ്റ ഒരു കാര്യം, ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു. അപ്പൊ ഞാനും ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടന്റെ ഇന്ന് വരെയുള്ള ആഗ്രഹങ്ങൾ, ചേട്ടൻ എന്തൊക്കെയാണോ വിവാഹ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു വെച്ചിട്ടുള്ളത്, അതെല്ലാം ഈ സെക്കൻഡ് മുതൽ ഈശോയ്ക്ക് സമർപ്പിക്കുവാണെങ്കിൽ ഞാൻ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാം, ഈശോ എന്താ പറയുന്നതെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യാം, എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളൊന്നുമില്ല, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചോളാം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാമെന്ന് പറഞ്ഞു. ആ പറഞ്ഞ സെക്കൻഡിൽ തന്നെ ഈശോനോട് പറഞ്ഞു, അടുത്ത വർഷം ഒരു പകുതിയോടുകൂടി ഈ വ്യക്തിയുടെ വിവാഹം നടക്കുമെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഒരു നവംബർ മാസത്തിലാണ് ഈ വ്യക്തിയോട് ഇങ്ങനെ പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിക്ക് വലിയ സന്തോഷമായി. കാരണം ഈ വ്യക്തി പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ കുറച്ച് തെറ്റുകളൊക്കെ പറ്റിപ്പോയി, എനിക്കിപ്പം അത് മനസ്സിലായി, ഞാനിനി അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചോളാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ വ്യക്തി എന്നോട് പറഞ്ഞു, ആദ്യത്തെ വിവാഹം ക്ഷണിക്കുന്നത് എന്നെയാണ്, അതിന് വിവാഹത്തിന് വരണം എന്നൊക്കെ അവിടെ വെച്ച് ഇങ്ങനെ. കാരണം ഈ വ്യക്തിക്ക് ഭയങ്കര ആത്മവിശ്വാസമായി. കാരണം ഈശോ അടയാളങ്ങളിലൂടെയാണ് ഈ വ്യക്തിയോട് സംസാരിച്ചത്. അപ്പൊ ഈശോ എന്നോട് പറഞ്ഞു, നിന്നെ ഈ വ്യക്തി വിവാഹം വിളിക്കത്തുമില്ല, നീ ഈ വിവാഹത്തിനോട്ട് പോകത്തുമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ എന്നെ വിവാഹം വിളിക്കത്തുമില്ല, ഞാൻ വിവാഹത്തിന് പങ്കെടുക്കത്തുമില്ല എന്നാ ഈശോ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ ചേട്ടന് വിഷമമായ. ചേട്ടൻ പറഞ്ഞു, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, റെസ്റ്റോറൻറ്റിൽ പോയി കുറച്ച് നേരം നമുക്ക് സംസാരിച്ചിരുന്നപ്പോൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്നിച്ചിരുന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ഇങ്ങനെ പിരിഞ്ഞു. എന്നാൽ സംഭവിച്ച ഇതാണ്, ഈ വ്യക്തിക്ക് ഓസ്ട്രേലിയയിലുള്ള ഒരു യുവതിയുടെ വിവാഹാലോചന കടന്നു വന്നു. അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടു, വീട്ടുകാർക്കും ഇഷ്ടമായി. ഈ വ്യക്തിയുടെ വിവാഹം ഉറപ്പിച്ചു. അപ്പോഴാണ് കോവിഡ് കടന്നു വരുന്നത്. അങ്ങനെ ആ കോവിഡിന്റെ സമയത്ത് ആരെയും വിവാഹം വിളിച്ചൊന്നുമില്ല. ഇവര് കുറച്ച് വീട്ടുകാർ മാത്രം ഈ വ്യക്തിയുടെ വിവാഹം നടന്നു. 5-6 മാസത്തിന് ശേഷം ഈ വ്യക്തിയും ഓസ്ട്രേലിയയിലേക്ക് കടന്നുപോയി. ഇപ്പോൾ ഒരു കുഞ്ഞൊക്കെയായിട്ട് സുഖമായിട്ട് ഓസ്ട്രേലിയയിൽ താമസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാൻ തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. കാരണം ഈ വ്യക്തിയുടെ ഡിമാൻഡുകളൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ കർത്താവ് സ്വർഗം ആഗ്രഹിക്കുന്നത് ഓസ്ട്രേലിയയിലുള്ള ഒരു പെണ്ണുമായിട്ട് വിവാഹം കഴിച്ച് ഈ വ്യക്തി ജീവിക്കണമെന്നുള്ളതാണ് സ്വർഗത്തിന്റെ പദ്ധതി. എന്നാൽ ഈ വ്യക്തിയുടെ പദ്ധതി എൻ്റെ അയൽവാസിയായിട്ടുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു കാര്യം. ഈ രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഒരിക്കലും ഒരു ധ്യാനത്തിന്റെ സമയത്ത് ഒരു അപ്പനും മകളും കൂടെ ഇങ്ങനെ കടന്നു വന്നു. മകളെന്ന് പറയാൻ പറ്റത്തില്ല, പ്രായമായ ഒരു ചേച്ചിയാണ്. എന്നിട്ട് ഈ ചേച്ചി എന്നോട് പറഞ്ഞു, എനിക്കിനി ഇപ്പം 42 വയസ്സായി, ഇനി എൻ്റെ ഈ ജീവിതത്തോട് ഞാനിത് പൊരുത്തപ്പെട്ടു, ഇനി വിവാഹത്തോടൊന്നും താല്പര്യമില്ല. എന്നാലും അപ്പൻ്റെ നിർബന്ധപ്രകാരമാണ് ഈ ധ്യാനത്തിന് വന്നത്. എൻ്റെ അപ്പനും കൂടെ പുറത്ത് നിൽപ്പുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനിയും ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഈ ചേച്ചി പറഞ്ഞൊരു കാര്യമാണ്, 10-25 വയസ്സ് തൊട്ട് എനിക്ക് വിവാഹാലോചന വന്നതാണ്. എന്നാൽ അപ്പൻ ഈ കടന്നു വരുന്ന ഒരു വിവാഹത്തോടും താല്പര്യമില്ല. അവരുടെ കുടുംബത്തിന് അല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പോരാ, അവരുടെ കുടുംബം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വരുന്ന വിവാഹങ്ങളെല്ലാം മാറ്റി വിട്ടു. ഇപ്പൊ ഇത്രയും വയസ്സായി, ഇനി ഞാൻ എന്നെ വിവാഹം കഴിക്കാനിരിക്കുന്നത്, എനിക്ക് വേണ്ടി ബ്രദർ പ്രാർത്ഥിച്ചാമെന്ന് പറഞ്ഞു. അതിന് അപ്പൻ ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. ഈ പ്രാർത്ഥിച്ചിട്ട് എന്താണ് ബന്ധനം, എന്താണ് തടസ്സം, അല്ല ആരെങ്കിലും ആവിചാരം ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടി അപ്പൻ ഇങ്ങനെ പുറത്ത് നിൽപ്പുണ്ട്. ഇവരോട് എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞു, ചേച്ചിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം, ഈശോയുടെ ഇഷ്ടം നിറവേറാൻ വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞു വിട്ടു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒരു വിവാഹത്തിനൊക്കെ തടസ്സം നിൽക്കുന്ന എൻ്റെ ഈശോ എന്നോട് പങ്കുവെച്ച ഒരു കുഞ്ഞൊരു കാര്യം.
കാരണം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കും, അത് നോക്കും, ഇത് നോക്കും. എന്നിട്ട് ഇങ്ങനെ വിവാഹം നടക്കാതെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമതൊരു കാര്യം, ഒരിക്കല് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായ ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. 3 മക്കളുണ്ട്. മൂത്തവളുടെ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല. ഇനി കല്യാണം നടക്കാൻ വേണ്ടി ഒന്നും പ്രാർത്ഥിക്കേണ്ട, എനിക്ക് ഇതിനോടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി, അതിനുള്ള കൃപ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ഈ വ്യക്തി പറഞ്ഞൊരു കാര്യമാണ്, ഈ മൂത്ത മകൾക്ക് 23 വയസ്സ് തൊട്ട് വിവാഹാലോചന വന്നതാണ്, ഇപ്പൊ 38 വയസ്സായി. കാരണം ഈ മൂത്ത മകള് ഒത്തിരി പഠിച്ചിട്ടുണ്ട്. അന്നേരം ഈ മൂത്ത മകൾ പറയുന്നതാണ്, അതിനൊത്ത വിദ്യാഭ്യാസമുള്ള ഒരാളെ തന്നെ വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുന്ന കല്യാണങ്ങളെല്ലാം മാറി മാറി പോകാൻ തുടങ്ങി. വിദ്യാഭ്യാസമുള്ള ഒരാൾ വന്നു കഴിയുമ്പോൾ പറയും വണ്ണമില്ല, പൊക്കമില്ല, കളറില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിവാക്കാൻ തുടങ്ങി. ഈ മൂത്ത മകളുടെ കല്യാണം നടക്കാത്തതുകൊണ്ട് ഈ രണ്ടാമത് വരുന്നവരുടെ 2 അനിയത്തിമാരുടെയും കല്യാണം നടക്കാതെ വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തിയുടെ ഒക്കെ വലിയ സങ്കടത്തോടെയാണ് കടന്നു പോകുന്നത്. ഇതുപോലെ ഏതെങ്കിലും പെൺമക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. ഈശോയുടെ ഇഷ്ടത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം. ഇത് ഒരു കാര്യം. ഇനി മറ്റൊരു കാര്യം പങ്കുവയ്ക്കുകയാണ്. കാരണം വിവാഹം ഈശോ എപ്പോഴും റെഡിയാണ് നമ്മുടെ വിവാഹം നടത്തി തരാൻ വേണ്ടി, നമ്മൾക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് ഞാൻ അറിയുന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിയോട് ആരോ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരും, തലമുടിക്ക് ഇത്ര നീളമുണ്ട്, ചിരിക്കുമ്പോൾ മുഖത്ത് നുണക്കുഴി വരും, ഇത്രയും കളറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ വ്യക്തിയോട് പറഞ്ഞു, ഈ വരുന്ന വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് ജീവിത പങ്കാളിയായിട്ട് ഈശോ തരുന്നതെന്ന് പറഞ്ഞു. വെറുതെ ഇരുന്ന് ഈശോയ്ക്ക് പഴിചാരുകയും ചെയ്തു. എന്നിട്ട് ഈ വ്യക്തിക്ക് വരുന്ന കല്യാണങ്ങളെല്ലാം വരുമ്പോഴും ഈ വ്യക്തി നോക്കുമ്പം ചിരിക്കുമ്പോൾ മുഖത്ത് നുണക്കുഴിയില്ല, തലമുടിക്ക് ഇത്ര നീളമില്ല, കളറില്ല. അന്നേരം ഈ വ്യക്തി പറയും ഇതൊന്നുമല്ല എനിക്കുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞ് വരുന്ന കല്യാണങ്ങളെല്ലാം മാറ്റി മാറ്റി വിട്ട് ഇപ്പം പറയാൻ പറ്റത്തില്ലാത്ത ഒരു വയസ്സിലാണ് ഇപ്പം നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിവാഹം ജീവിതത്തിലേക്ക് അടക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങള്, ആഗ്രഹങ്ങള് ഇതെല്ലാം ഈശോയ്ക്ക് പരിപൂർണമായിട്ട് സമർപ്പിക്കണം. എൻ്റെ ഈശോയെ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറാൻ മതിയെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങും. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം, മനുഷ്യൻ ഏകനായിരിക്കുന്നതെന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നിനക്ക് നൽകുമെന്നാണ് പൊന്നുതമ്പുരാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നിനക്ക് ചേർന്ന ഇണയെ നൽകും. ഈശോയ്ക്കറിയാം നമുക്ക് ഏതാണ് ചേർന്ന ഇണ എന്നൊക്കെ ഈശോയ്ക്കറിയാം. പക്ഷെ നമ്മൾ ഇന്നൊരു വ്യക്തിയെ കണ്ടുപിടിച്ചിട്ട് പറയും ഇതാണ് എനിക്ക് വേണ്ടിയുള്ളത്. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഇത് വേണം, ഇതിനെ കെട്ടണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ കർത്താവ് ഇതിനെയല്ല നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിപൂർണമായിട്ട് സമർപ്പിക്കണം. ഈശോയുടെ മുമ്പിൽ അങ്ങോട്ട് സറണ്ടർ ചെയ്യണം. ഈശോയെ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം എന്ന് പറയണം. അല്ലാതെ ഇങ്ങനെ പലരും പറയാറുണ്ട് പൂർവിക ശാപമാണ്, അല്ലെങ്കിൽ അവരാഭിചാരം ചെയ്തിട്ടുണ്ട്, ഇവരാഭിചാരം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർക്ക് എനിക്കൊരു വിവാഹം നടക്കുന്നതിൻ്റെ അകത്ത് കുശുമ്പാണ്. ഇതൊക്കെ പറയുന്നത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ഇതൊക്കെ കേട്ടതുകൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെ പൂർവിക ശാപമാണ്, അല്ല എൻ്റെ തലമുറ ചെയ്തു വെച്ചതിൻ്റെ എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നു, ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബൈബിളിലെടുത്ത് ഈ ഒരു വചനം ഒന്നും തുറന്നു നോക്കണം. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം, കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിലൊക്കെ മാതാപിതാക്കന്മാർ കല്യാണം കഴിച്ചത് ഇവര് IELTS എത്ര മാർക്ക്, എത്ര പോയിന്റ്, എത്ര സ്കോർ ഉണ്ടെന്ന് നോക്കിയിട്ടൊന്നുമല്ല ഇവരുടെ കല്യാണാലോചന നടന്നതൊക്കെ. മാതാപിതാക്കന്മാർ പറയും ഇന്ന ആളെ കെട്ടിക്കുമെന്ന് പറയുമ്പോൾ അവർ കെട്ടും. 10-12 പിള്ളേരായിട്ട് സന്തോഷത്തോടു കൂടി അവർ ജീവിച്ച് മരിച്ച് ഇന്ന് സ്വർഗത്തിൽ പോയിരിപ്പുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ, കല്യാണാലോചന വരുമ്പോൾ IELTS OETക്ക് സ്കോർ അത്രയുണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ഡിമാൻഡ് വെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ എന്നോട് ദേഷ്യമൊന്നും തോന്നില്ല. കാരണം ഈശോ എന്നോട് പറയാൻ പറഞ്ഞു. കാരണം ഈ കാലഘട്ടത്തിലെ പലരും പറയും
ബന്ധനമാണ്, ഇതാണ്, ഇതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചോളാൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സൃഷ്ടിച്ചവന് നമ്മളെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പം നമ്മളിങ്ങനെ ബലം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് നമ്മൾ പറയണം, ഈശോയെ അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം എന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. ഇത് പറയുമ്പോൾ വിവാഹം നടക്കാതെ ആരെങ്കിലും കേൾക്കുന്നുണ്ടായിരിക്കും. അവർ പറയും, അങ്ങനെ ഇരുന്ന് വീഡിയോ ഇട്ടാൽ മതിയല്ലോ, നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ മതി, അനുഭവിക്കുന്നവർക്കേ അതിന്റെ വിഷമം അറിയത്തുള്ളൂ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നോ പറയുകയോ ഉണ്ടെങ്കിൽ ഞാനും വിവാഹം കഴിക്കാത്ത ഒരു വ്യക്തിയാണ്. വേറൊരു കാര്യം കൂടെ, അവസാനത്തെ ഒരു കാര്യം പങ്കുവയ്ക്കുകയാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ എനിക്ക് മാട്രിമോണി വഴി ഒരു വിവാഹാലോചന വന്നു. മറ്റൊരു പെൺകുട്ടി എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു. വിദേശത്ത് പോകാൻ വേണ്ടി ഇരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവിടെ എനിക്ക് കുഴപ്പമില്ല, വിവാഹത്തിന് താല്പര്യമാണ്, ഞാൻ എൻ്റെ നമ്പർ തരാം, വീട്ടുകാർക്ക് ഈ നമ്പർ കൊടുത്തിട്ട് വീട്ടുകാർ തമ്മിൽ സംസാരിക്കട്ടെ എന്ന് ഈ പെൺകുട്ടി പറഞ്ഞപ്പോൾ ഞാൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞു. കാരണം ഈ പെൺകുട്ടിയുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോൾ അതിൽ ഇങ്ങനെ എഴുതുന്നുണ്ട്, എനിക്ക് സ്പിരിച്വാലിറ്റി ലൈഫിനോടൊന്നും താല്പര്യമില്ല എന്നിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പെൺകുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, മദ്യപാനോ സിഗരറ്റ് വലിയ അതൊന്നും വിഷയമുള്ള കാര്യമൊന്നുമില്ല, നമ്മളീ ലോകത്തിലല്ല താമസിക്കുന്നത്, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനേ ഉള്ളൂ എന്ന് സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, പക്ഷേ എനിക്ക് മറ്റൊരു കുഴപ്പമുണ്ട്, ഞാനിങ്ങനെ ചെറിയൊരു പ്രാർത്ഥന രൂപത്തിലാണ് പോകുന്നത്, ഇങ്ങനെ ചെറുതായിട്ട് സുവിശേഷം പറയണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു, എന്നാൽ എൻ്റെ വീട്ടുകാരുടെ നമ്പർ തരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ശരി ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഒരു കൈ കുപ്പി കാണിക്കുന്ന ഒരു സിമ്പിൾ അയച്ചു തന്നിട്ട് ഓക്കെ ബൈയും പറഞ്ഞിട്ട് ഈ പെൺകുട്ടി പോയി. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലേക്ക് ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. കാരണം ഇതുപോലെ ഒത്തിരി ചെറുപ്പക്കാർ അല്ല ഒത്തിരി വ്യക്തികൾ എന്നോട് ഇങ്ങനെ വിളിക്കാതെ പറയാറുണ്ട്, ഞങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ്, ഈശോയുടെ ഇഷ്ടം നിറവേറാൻ വേണ്ടി, അല്ല ഈശോയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി ഇങ്ങനെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുമ്പോൾ പലർക്കും താല്പര്യമില്ല. അവൻ പ്രാർത്ഥനയായിട്ട് നടക്കുകയാണ്, അല്ല എപ്പോഴും ദിവ്യകാരുണ്യ സന്നിധി ഇവരിന്ന് ഇരിപ്പാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പലരും ഇങ്ങനെ പറയാറുണ്ട്. കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ ഒരു വിവാഹാലോചനയൊക്കെ വന്നു കഴിയുമ്പോൾ പെണ്ണിനെയും ചെറുക്കനെയും പറ്റിയൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങനെ വരും. അപ്പം നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും വ്യക്തികളോടോ അയൽവാസികളോടൊക്കെ ഇങ്ങനെ യോജന ചെയ്യുമ്പോൾ ഇന്ന വീട്ടിലെ വ്യക്തിയെ അറിയുമോ, അല്ലെ ഈ മകനെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ എന്നാ പറയാനാ, ഇനി അവരെ പറ്റി പറഞ്ഞിട്ട് ഇനി നിങ്ങൾ വല്ല കല്യാണം വേണ്ടെന്നെങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്തൊന്നും പറയുന്നില്ല, ഞാൻ ഇതിൻ്റെ അകത്ത് ഇടപെടുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പോകുമ്പോൾ ഇത് അസ്വാഭാവികമായിട്ടാണല്ലോ പറഞ്ഞതെന്നോർത്ത് ഈ വരുന്ന വ്യക്തികൾ കല്യാണം വേണ്ടെന്ന് വെച്ചിട്ട് പോകും. ഇവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ എന്നാ പറയാനാ, നമ്മുടെ നാട്ടിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, ഇത് അമേരിക്ക നടക്കുന്ന കാര്യമൊന്നുമല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഞാനത് പറയുമ്പോൾ എന്നോട് ആർക്കും ദേഷ്യമൊന്നും വന്നില്ല, നമ്മൾ ഈ പച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈശോ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. കാരണം ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ജനത്തിന് മാനസാന്തരം ഉണ്ടാകത്തുള്ളൂ. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഇന്റർനെറ്റിന്റെ കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള സുവിശേഷം പറയാൻ വേണ്ടി മാത്രമാണ് കർത്താവ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ പരിപൂർണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിക്കുക. എൻ്റെ ഈശോയെ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം, അങ്ങ് ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളിയെ എനിക്ക് കൂട്ടിച്ചേർത്ത് തരണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ദൈവിക പ്രവൃത്തികൾ നടക്കുവാൻ തുടങ്ങും. തോബിയാസിന് സാറായെ ചേർത്ത് കൊടുത്തതുപോലെ റഫായേൽ മാലാഖയുടെ വലിയ മാധ്യസ്ഥം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.